കോറോ ഹെൽത്തിലെ ജീവനക്കാരെ IT കമ്പനികളുടെ കൂട്ടായ്മയായ G-Techലെ സ്ഥാപനങ്ങളിൽ നിയമിക്കാമെന്ന വ്യവസായ മന്ത്രിയുടെ ഉറപ്പിൽ വ്യക്തത തേടി ജീവനക്കാർ. മെഡിക്കൽ കോഡിംഗിൽ ജോലി ചെയ്യുന്ന തങ്ങൾക്ക് എന്തെല്ലാം അവസരമുണ്ടാകുമെന്ന് അറിയില്ലെന്ന് ജീവനക്കാർ പറയുന്നു. ജോലി നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഞങ്ങളെ കുറഞ്ഞ ശമ്പളത്തിൽ ചൂഷണം ചെയ്യുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും അവരുടെ ആവശ്യത്തിലുണ്ട്. കോറോ ഹെൽത്തിലെ ജീവനക്കാരെ G-Techലൂടെ മറ്റ് സ്ഥാപനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുമെന്നാണ് കഴിഞ്ഞ ദിവസം വ്യവസായ മന്ത്രി കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. എന്നോടൊപ്പം കോറോ ഹെൽത്തിലെ ചില ജീവനക്കാരുടെ ഈ പുതിയ ഓഫർ അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഇതിനെക്കുറിച്ച് വ്യക്തത ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല. എന്താണെന്നറിയില്ല. ഞങ്ങൾ ചെയ്ത മെഡിക്കൽ കോഡിംഗ് എന്നുള്ള ആ ഒരു സംഭവമാണോ അല്ലെങ്കിൽ വെറും ഡാറ്റ എൻട്രി ആണോ ഒന്നും ക്ലാരിറ്റി വന്നിട്ടില്ല എന്താണ്. അപ്പോൾ ഞങ്ങൾ ഓരോ പ്രൊഫൈൽ നോക്കിയപ്പോൾ BSc കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ MSc കമ്പ്യൂട്ടർ സയൻസ് അങ്ങനെ G-Tech അങ്ങനത്തെ എന്തെങ്കിലും B.Tech അങ്ങനത്തെ എന്തെങ്കിലും പ്രൊഫഷൻ ഉള്ളവരാണ് ഈ കൂടുതലും ഈ പറഞ്ഞ ഇതിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് എങ്ങനെയെന്ന് അറിയില്ല. നിങ്ങൾ മെഡിക്കൽ കോഡിംഗ് ചെയ്യുന്നവരാണ്. ഈ G-Techൽ മെഡിക്കൽ കോഡിംഗ് റിലേറ്റഡ് സ്ഥാപനങ്ങൾ ഉണ്ടോ, കുറവാണോ? അവിടെ നിങ്ങൾ റിക്രൂട്ട് ചെയ്താൽ അത് ഗുണം ചെയ്യുമോ? അതിനെക്കുറിച്ച് എനിക്ക് അറിയത്തില്ല. എന്താണ് നിങ്ങൾ ഇതിനെക്കുറിച്ച് കണക്കൂട്ടുന്നത്? നിങ്ങളുടെ പ്രൊഫൈലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടോ? ആരുമായിട്ടാണ്? നമ്മൾ ഗവൺമെൻറ്റായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അവിടെ എനിക്കൊന്ന് IT ഡിപ്പാർട്ട്മെൻറ്റ്, പക്ഷേ നമ്മൾ IT+ മെഡിക്കലാണ് വരുന്നത്. G-Techൽ ഇതുണ്ടോയെന്ന് അറിയില്ല, ഡൗട്ടാണ്, ഇല്ലെന്ന് തോന്നുന്നു. അവിടെ മെഡിക്കൽ അസിസ്റ്റൻറ്റ്, ഹോസ്പിറ്റൽ അസിസ്റ്റൻറ്റ് അതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് തിരക്കിയപ്പോൾ. എത്ര ഇത് വർക്കൗട്ട് ആവുമെന്ന് അറിയില്ല. ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മളിനി അവിടെ ചെന്ന് നമ്മളുമായിട്ട് ഇത് ജസ്റ്റ് പറഞ്ഞുള്ളൂ, വാക്കാലുള്ളൊരു ഇതേ ഉള്ളല്ലോ. അപ്പോൾ ഇനി കൂടുതൽ വിവരം കിട്ടിയാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ പിന്നീട് ഉണ്ടായോ സർക്കാരിൽ നിന്നോ അല്ലെങ്കിൽ മറ്റോ? ഒന്നും ആയിട്ടില്ലല്ലോ. 20-ാം തീയതി അല്ലേ ചർച്ച പറഞ്ഞേക്കണേ. അപ്പോൾ അന്ന് കമ്പനി തലത്തിൽ വരാം എന്നാ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഫർദർ ഡീറ്റെയിൽസ് ഒന്നും ഞങ്ങളായിട്ട് ഷെയർ ചെയ്തില്ല. ചർച്ചയെക്കുറിച്ച് മാത്രമല്ല, ഈ G-Techലോട്ട് കൊടുക്കുന്നതിനെ കുറിച്ച് എന്തെങ്കിലും ഇല്ല. അത് ഞങ്ങൾക്ക് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. എന്തെങ്കിലും ഒരു ആശയക്കുഴപ്പം കാര്യത്തിലുണ്ടോ? കാരണം നിങ്ങൾ കോഡിംഗ് മേഖലയിലുള്ളവർക്ക് IT സെക്ടറിലെ കൂടുതൽ കമ്പനികൾ വർക്ക് ചെയ്യാൻ എന്തെങ്കിലും തടസ്സം വരുമോ? അതല്ലെങ്കിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു പ്രതിസന്ധി നിൽക്കുന്ന ആളുകളായതുകൊണ്ട് കുറഞ്ഞ തുകയ്ക്ക് റിക്രൂട്ട് ചെയ്യപ്പെടും, ഒരു ചൂഷണ സാഹചര്യം, അങ്ങനെ എന്തെങ്കിലും ഭയം നിങ്ങൾക്കുണ്ടോ? ഇല്ല, സോഫാർ ഇപ്പോൾ ഗവൺമെൻറ് നമ്മളോട് പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ഒരു ചൂഷണം അങ്ങനെ ഒരു ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഒരുപാട് ഒരു കോഡിംഗ് ഫീൽഡ് സ്വിച്ച് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇതൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി ആയിട്ട് തോന്നുന്നുണ്ട്. ഐ തിങ്ക്. എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ ലെസ് വേജിൽ റിക്രൂട്ട് ചെയ്യപ്പെടാനുള്ള ഒരു ആശങ്ക ഉണ്ടോ? ഇല്ല, ഇപ്പോൾ ഈ G-Techൻ്റെ അവസ്ഥ പറഞ്ഞത് നമുക്കതിൽ ആശങ്കയില്ല. ഗവൺമെൻറ് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്താണല്ലോ. ബാക്കിയുള്ള മെഡിക്കൽ കോഡിംഗ് സ്ഥാപനങ്ങളിൽ നമുക്കിപ്പോൾ ചെറിയൊരു ആശങ്കയുണ്ട് അങ്ങനെ വരുമോ എന്നുള്ളത്. കാരണം മൊത്തത്തിൽ നമ്മളൊരു കാണുന്നുണ്ട് അത്. അല്ലാതെ ഈ ഗവൺമെൻറ് ഇതിൽ നമുക്ക് ആശങ്കയില്ല. ഗവൺമെൻറ്